ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യലൈസേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ സ്പെഷ്യലൈസേഷൻസിനെ കുറിച്ച് മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഏതൊക്കെയാണ് ടോപ്പ് 20 ബേസ്ഡ് ഓൺ ദർ സാലറി ടോപ്പ് 20 നഴ്സിംഗ് സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. എന്തൊക്കെ കൺസിഡർ ചെയ്യണം നിങ്ങൾ ഒരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആയിട്ട്? ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കാര്യത്തിലോട് ഒരു ഇൻട്രസ്റ്റും പാഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാവൂ. ചില കുട്ടികൾക്ക് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഡീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ന്യൂ ബോൺ കുട്ടികളെ കെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞു വാവകളെ കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്കില്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്, ചില കുട്ടികൾക്ക് ബ്ലഡി ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ OT-യിൽ പോവുക, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുക. കാരണം ഭയങ്കര ഭയങ്കര ബ്ലഡ് ട്രോമ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനൊന്നും അവർക്കൊരു പ്രശ്നമില്ല. അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് OT, ട്രോമ കെയർ, പിന്നെ എമർജൻസി കെയർ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ പല തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് ചൂസ് ചെയ്യാം. അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സ്പെഷ്യലൈസേഷനോട് ഒരു ഇൻട്രസ്റ്റും അതിനോടൊരു പാഷനുമാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സ്കിൽ ആൻഡ് സ്ട്രെങ്ത് ആണ്. ഇപ്പോൾ എമർജൻസിയിലാണ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം, പക്ഷെ എനിക്ക് നേരെ CPR കൊടുക്കാനായിട്ടുള്ള ഒരു സ്കില്ലില്ല. പിന്നെ നേരെ ഒരു ഇത്ര വേഗം ക്യാനുല ഇടാനായിട്ടുള്ള ഒരു സ്കില്ലില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ എമർജൻസിയിൽ നിൽക്കാനുള്ള ആ ഒരു ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു സ്കില്ലില്ല. പക്ഷെ ഞാൻ എമർജൻസിയിലാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു നല്ല ഒരു രീതിയല്ല. എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് അറിയണം എന്താണ് നിങ്ങളുടെ ആ ഒരു സ്കിൽ എന്നുള്ളത്. ചില കുട്ടികൾക്ക് ഭയങ്കര സ്കില്ലായിരിക്കും, ഒരു കൈപ്പുണ്യാണെന്നൊക്കെ പറയത്തില്ലേ. കുഞ്ഞു വാവകളൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു വാവേനെ ഒന്ന് തട്ടിയാൽ തന്നെ അവരങ്ങ് കരച്ചിൽ നിർത്തും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സ്കില്ലുണ്ട്, ഈ കൊച്ചു വാവകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ട്. അപ്പോൾ യു ക്യാൻ ഗോ ഫോർ പീഡിയാട്രിക്സ്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് CPR കൊടുക്കാനുള്ള ഭയങ്കര സ്കില്ലായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ CPR കൊടുക്കാനൊക്കെ അറിയായിരിക്കും. സോ യു ക്യാൻ ഗോ ഫോർ ക്രിട്ടിക്കൽ കെയർ, അല്ലെങ്കിൽ എമർജൻസി കെയർ, അല്ലെങ്കിൽ ട്രോമ കെയറിലേക്ക് പോവാം. ചില ആളുകൾക്ക് നല്ല രീതിയിൽ ക്യാനിൽ ഇടാൻ അറിയാം, ടക്കന കാര്യങ്ങൾ ഒരു ICUലൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ആൻ ICU നഴ്സ്. അങ്ങനെ പല രീതിയിലുള്ള സ്പെഷ്യാലിറ്റീസ് സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും പാഷനും വേണം അതിനോട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ആ ഒരു സ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം ആ ഒരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്തതായിട്ടുള്ളത് പറയുന്നത് കരിയർ ഗ്രോത്ത് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ട്യൂട്ടർ ആവണം, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫസർ ആവണം. ഒരു മെന്റൽ ഹെൽത്തിന്റെ പ്രൊഫസർ ആവുകയാണ് നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അംബിഷൻ എന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് തന്നെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് ചൂസ് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങളുടെ ആ ഒരു കരിയർ, ഈ ഒരു കരിയർ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാനായിട്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് കരിയർ ഗ്രോ ചെയ്യാനായിട്ട്, ഏത് സ്പെഷ്യാലിറ്റി എടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം, ആ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്ത് കരിയർ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നഴ്സ് അനസ്തെറ്റിസ്റ്റ് എങ്ങനെയാ ആവുക എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഗോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കരിയർ ഗോൾ ആയിരിക്കും നഴ്സ് അനസ്തെറ്റിസ്റ്റ് ആവുക എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ MSc-യും PhD-യും ഒക്കെ അനസ്തേഷ്യോളജിയിൽ എടുക്കണം. അപ്പോൾ ആ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യം ആ സ്പെഷ്യലൈസേഷൻ നോക്കി ചൂസ് ചെയ്യുക. അടുത്തതായിട്ട് ജോബ് ഡിമാൻഡ് ആണ്. ഇപ്പോൾ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ 2-3 സ്പെഷ്യലൈസേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ICU ഇഷ്ടമാണ്, ട്രോമ കെയർ ഇഷ്ടമാണ്, മിഡ് വൈഫ് ആവുന്നത് ഇഷ്ടമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ഇതിലേതായാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡിമാൻഡ്. ഏതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ നിൽക്കുന്നത്? എനിക്ക് താല്പര്യമുള്ള, എനിക്ക് ചിലപ്പോൾ കാനഡയിലേക്ക് പോകാനായിരിക്കും താല്പര്യം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ US-ലേക്ക് പോകാനായിരിക്കും താല്പര്യം. അപ്പോൾ ആ ഒരു കൺട്രിയിലേക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ, ആ സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുക. സോ ദാറ്റ് ഇസ്
ജോബ് ഡിമാൻഡ്. അടുത്തതായിട്ട് വർക്ക് എൻവയോൺമെന്റ്. ചില ആളുകൾക്ക് എമർജൻസി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് റഷ് ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആളുകളെ കൊണ്ടുവരുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ CPR കൊടുക്കുന്നു, പെട്ടെന്ന് തന്നെ ക്യാൻഡിൽ ഇടുന്നു. അങ്ങനെ ഹറി ബറി ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് എമർജൻസിയിലുള്ളത്. ചില കുട്ടികൾക്ക് ഈ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ ഭയങ്കര റഷ് ആയിട്ടുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇഷ്ടമല്ല. ചില കുട്ടികൾക്ക് ഈ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഇഷ്ടമാണ്. ചില നഴ്സുമാർക്ക് ഒട്ടും തന്നെ കമ്മ്യൂണിക്കേഷൻ പറ്റില്ല. ഇപ്പോൾ പേഷ്യൻസുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും പറ്റാത്ത കുട്ടികളുണ്ട്. അവർക്ക് അതിനോടൊരു ഇഷ്ടം കാണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ OT nurse. OTയിൽ നമുക്കിങ്ങനെ പേഷ്യൻസുമായിട്ട് അധികം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ OT nurse അതുകൊണ്ട് തന്നെ ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. സോ ദാറ്റ്സ് ബേസ്ഡ് ഓൺ എൻവയോൺമെന്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ് ഏതാണോ അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ്. ചില സ്പെഷ്യലൈസേഷന് നമുക്ക് BSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ മതി. പക്ഷെ ചില സ്പെഷ്യലൈസേഷന് നമുക്ക് MSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ വേണം. പക്ഷെ ചില സ്പെഷ്യലൈസേഷന് നമുക്ക് ഡോക്ടറേറ്റ് അല്ലെങ്കിൽ PhD എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷന് നമ്മൾ ഡോക്ടറേറ്റ് എടുക്കണം. ഡോക്ടറേറ്റ് വേണം ഇൻ അനസ്തേഷ്യ. അപ്പോൾ ആ ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നഴ്സ് അനസ്തെറ്റിസ്റ്റ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതേപോലെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗ് മതി, അതിൽ ഫർദർ ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി നിങ്ങൾ തിരഞ്ഞെടുക്കുക. MSc നഴ്സിംഗ് ആണ് ഫർദർ പഠിക്കാൻ താല്പര്യമില്ല, MSc നഴ്സിംഗ് ആണ് എൻ്റെ മാക്സിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MSc നഴ്സിംഗ് വച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതേപോലെ ബേസ്ഡ് ഓൺ യുവർ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ. അടുത്തതായിട്ട് സെൽഫായിട്ട് ഒരു അസസ്മെന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്, അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെങ്ത് ആണ്. കുട്ടികളെ എടുക്കുമ്പോൾ തന്നെ അവർ കരച്ചിൽ മാറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്കില്ല്, കുറച്ച് സ്ട്രെങ്തുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്കിൽ നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് പോവുക. ചില കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഈ വയ്യാത്ത കുഞ്ഞുവാവുകളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവരങ്ങോട്ട് ഓക്കെ ആവില്ല. അവർക്ക് മെന്റലി അവർ ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഓപ്റ്റ് ഫോർ പീഡിയാട്രിക് ICU നഴ്സ്. അങ്ങനെയൊന്നും ഓപ്റ്റ് ചെയ്യരുത്. കാരണം അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വിഷമമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സൈഡ് ഓപ്റ്റ് ചെയ്യരുത്. കുറെ കൂടെ മെന്റലി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം നിങ്ങൾ ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ടോപ്പ് 20 സ്പെഷ്യലൈസേഷനിലേക്ക് പോവാം. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ഒരു ഡോക്ടർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അതറിയായിരിക്കും. നഴ്സ് എന്ന് പറയുന്ന ഒരു ടാഗിനെക്കാളും ഡോക്ടർ എന്ന് പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് കൂടുതൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈ ലെവലിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ഇന്ത്യയിൽ കുറവാണ്. അതിന് ഡിമാൻഡ് കുറവായതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സ്പെഷ്യലൈസേഷൻസ് ഒക്കെ കുറവാണ്. പക്ഷെ കാനഡ, US, UK, ഓസ്ട്രേലിയ, അയർലൻഡ് പോലുള്ള കൺട്രികളിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അവിടെ നഴ്സസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് കൂടുതലുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന ടോപ്പ് 20 സ്പെഷ്യലൈസേഷൻസ് ബേസ്ഡ് ഓൺ സാലറി വേൾഡ് വൈഡ് ഉള്ള ഒരു കണക്കാണ് കേട്ടോ. അത് ഇന്ത്യയിൽ മാത്രം ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പറയുന്നതല്ല. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഏറ്റവും ടോപ്പ് സാലറി തരുന്നത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഫറെന്റ് കൺട്രീസ് ബേസ് ചെയ്തിട്ട് സാലറി വേരി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബേസ്ഡ് ഓൺ ദർ ഡിമാൻഡ്. ചിലപ്പോൾ ചില കൺട്രീസിൽ എമർജൻസി കെയർ നഴ്സസിന് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമർജൻസി കെയർ നഴ്സസിനായിരിക്കും കൂടുതലായിട്ടുള്ള ഒരു സാലറി ഓഫർ ചെയ്യുന്നത്. പിന്നെ ചില കൺട്രീസിൽ അത് ഡിഫറെന്റ്, അതൊക്കെ ജസ്റ്റ് കുറച്ച് വ്യത്യാസമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ഓൺ സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറിയും തിരിഞ്ഞും ഒക്കെ വരാം. ബട്ട്
ഒരു മൊത്തത്തിലുള്ളൊരു കണക്കെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു സ്പെഷ്യലൈസേഷൻ വച്ചിട്ടാണ് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോകാം. ആദ്യം തന്നെ സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തെറ്റിസ്റ്റ്. ഈ ഒരു നഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഈ നഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യലൈസേഷൻ. പക്ഷെ ഇതിനായിട്ട് നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ആവശ്യമാണ്. BSc നഴ്സിംഗ് വേണം, MSc നഴ്സിംഗ് വേണം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് വേണം ഫോർ ദിസ് നഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോലിക്കായിട്ട്. അനസ്തെറ്റിസ്റ്റിന്റെ ജോബ് കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ്. ഡോക്ടേഴ്സ് ആണ് അനസ്തെറ്റിസ്റ്റിന്റെ റോള് ചെയ്യുന്നത്. അപ്പൊ ഈ അനസ്തെറ്റിസ്റ്റ് ആരാണ്? നമ്മുടെ OTയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മുടെ ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്തിട്ടാണ് അവരെ ഒരു മയക്കി അല്ലെങ്കിൽ അവരെ ഒരു സ്ലീപ്പിംഗ് ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ അനസ്തേഷ്യയുടെ അളവ് അത്രയും ക്രൂഷ്യൽ ആയിരിക്കണം. അത് കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല. അപ്പോൾ അത്രയും റിസ്ക് ഉള്ള, അത്രയും കീനായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് നഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലിക്ക് നമ്മൾ കൂടുതലും ഇന്ത്യയിൽ ഡോക്ടേഴ്സിനെ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നതും അവർ വെക്കുന്നതും. നഴ്സസ് ഈ ഒരു ജോബ് ചെയ്യുന്നത് കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കുറവാണ്. പക്ഷേ ഡിഫറെൻറ്റ് കൺട്രീസ് ലൈക്ക് US-ലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നഴ്സ് അനസ്തെറ്റിസ്റ്റിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഒരു സാലറിയും ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സസ് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതും എബ്രോഡ് കൺട്രീസിൽ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യാലിറ്റി ഇതാണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നഴ്സ് പ്രാക്ടീഷണർ ആണ്. ഈ ഒരു നഴ്സ് പ്രാക്ടീഷണറിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, പീഡിയാട്രിക്കൽ നഴ്സ് പ്രാക്ടീഷണർ ആണെങ്കിൽ അതാവാം, ഇപ്പൊ നിങ്ങൾക്ക് ജീറിയാട്രിക് നഴ്സ് പ്രാക്ടീഷണർ ആണെങ്കിൽ അങ്ങനെയാവാം, ഗൈനക്കോളജി നഴ്സ് പ്രാക്ടീഷണർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. അപ്പൊ നിങ്ങൾക്ക് നഴ്സ് പ്രാക്ടീഷണർ എന്നുള്ളതിൽ തന്നെ ഉള്ളിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് അകത്ത് തന്നെയുണ്ട്. അപ്പൊ നഴ്സ് പ്രാക്ടീഷണർ എന്താണ്? നഴ്സ് പ്രാക്ടീഷണർ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഈക്വൽ ടു ഡോക്ടർ ആണ് നഴ്സ് പ്രാക്ടീഷണർ. നഴ്സ് പ്രാക്ടീഷണർക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഒക്കെ കിട്ടും. നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലിനിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നഴ്സ് പ്രാക്ടീഷണർ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡോക്ടറിന്റെ ഒരു ആവശ്യം ഇല്ലാതെ തന്നെ ഒരു ക്ലിനിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഒരു ഡോക്ടറിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യാനും മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും ഒക്കെയുള്ള ഒരു ലൈസൻസ് ആണ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഈ നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അത്രയും പ്രോമിനന്റ് അല്ല. പക്ഷേ എബ്രോഡ് കൺട്രീസിൽ സെക്കൻഡ് ഹയസ്റ്റ് സാലറി ഓഫർ ചെയ്യുന്നത് ഫോർ നഴ്സ് പ്രാക്ടീഷണേഴ്സിനാണ്. മൂന്നാമത്തത് ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആൾക്ക് MSc കാണും. അതേപോലെ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രാക്ടീഷണറിന് MScയും അതേപോലെ ഡോക്ടറേറ്റും കാണുന്നവരുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ലെവലിലാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഈ ഒരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റിന് MSc ആണ് പറയുന്നത്. MSc കഴിഞ്ഞാലേ അങ്ങനെ ഒരു രീതിക്ക് നമുക്ക് അത് നമ്മുടെ നോർമൽ സ്പെഷ്യലൈസേഷനേക്കാളും കുറച്ചും കൂടെ ഹയർ ലെവലാണ്. ഇപ്പൊ നിങ്ങൾ മെന്റൽ ഹെൽത്തിന്റെ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെന്റൽ ഹെൽത്ത് വാർഡിന്റെ തന്നെ ഒരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ അതിന്റെ എബോവ് ആയിട്ടുള്ള ആളാവാനായിട്ട് സാധിക്കും. അതിന്റെ എബോവ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അവർക്ക് കൂടുതലും വേണ്ടത് MSc ആണ്. MSc ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. അടുത്തതായിട്ട് ഫോർത്ത് ആയിട്ട് വരുന്നത് മെന്റൽ ഹെൽത്ത് നഴ്സിനാണ്. മെന്റൽ ഹെൽത്ത് നഴ്സ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നവർക്കായിരിക്കും അടുത്ത ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. തന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഈ ഒരു മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നഴ്സ് മിഡ്വൈഫ് അല്ലെങ്കിൽ ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യവർഗം ഉള്ളിടത്തോളം കാലം എന്തായാലും ഡെലിവറീസ് നടക്കും, കുഞ്ഞുവാവുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൈനക്കോളജി
ആൻഡ് മിഡ്വൈഫറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഡിമാൻഡ് കുറയാത്ത ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ഈ ഒരു സ്പെഷ്യലൈസേഷനിലാണ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്നത്. ഡെലിവറി എടുക്കാനും ഒക്കെയുള്ള ഒരു പവർ നമുക്ക് കിട്ടും ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നിയോനേറ്റൽ ICU നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ നിയോനേറ്റൽ നഴ്സിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് തന്നെ നിയോനേറ്റൽ ICUലൊക്കെ നിൽക്കുമ്പോൾ മാസം തികയാതെയൊക്കെ പ്രസവിക്കുന്ന ഒരുപാട് കേസസ് വരാറുണ്ട്. നമുക്ക് 5 months, 4 months, 7 months ഈ ഒരു മന്തിലൊക്കെ അറിയാതെയൊക്കെ ഡെലിവറി ആയി പോകും. ഡ്യൂ ടു ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് ഡെലിവറി ആയി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു വാവുകളൊക്കെ ഇത്രയേ കാണുള്ളൂ. ആ ഒരു വാവുകൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് റീസൺ മതി അവർക്ക് പെട്ടെന്ന് തന്നെ ഡിസീസ് അഫക്റ്റ് ചെയ്യാനും അവർ ജീവിക്കാൻ പറ്റാതെ ആയി പോകാനും ഒക്കെ ആയിട്ട് ആ ഒരു കുഞ്ഞു കാര്യം മതി. അതുകൊണ്ട് തന്നെ നിയോനേറ്റൽ ICUലെ നേഴ്സസ് എപ്പോഴും ഭയങ്കര കോഷ്യസ് ആയിരിക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ മാക്സിമം ചെയ്ത് ഭയങ്കരമായിട്ട് ഒരുപാട്, അത് എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല, അത്രമാത്രം ഒരുപാട് നന്നായിട്ട് വേണം ഈ ഒരു നിയോനേറ്റൽ ICUലൊക്കെ ഉള്ള നേഴ്സസ് നിൽക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് നിയോനേറ്റൽ ICU എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയോനേറ്റൽ നേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. അതൊരു ഏറ്റവും നല്ല ഒരു സ്പെഷ്യാലിറ്റിയാണ്. അടുത്തതായിട്ട് പീഡിയാട്രിക്സ്. അപ്പോൾ പീഡിയാട്രിക്സിൻ്റെ വരുമ്പോൾ നമുക്ക് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ അതിൽ അണ്ടർ 5 കുട്ടികൾ വരും, അതേപോലെ തന്നെ അഡോളസെന്റ് വരും. അപ്പം അത് തൊട്ട് ഇങ്ങ് വരെയുള്ള ഒരു 18 years വരെയുള്ള കുട്ടികളെ നോക്കുക എന്നുള്ളതായിരിക്കും ഒരു പീഡിയാട്രിക്സിൽ വരുന്നത്. ഇതിൽ നമുക്ക് പീഡിയാട്രിക്സ് ICUവിൽ നിൽക്കുക, പീഡിയാട്രിക് വാർഡ്സിൽ നിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ള കേസാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സാലറി ഓഫർ ചെയ്യുന്ന അടുത്ത ഒരു സ്പെഷ്യലൈസേഷൻ ആണ് പീഡിയാട്രിക്സ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഓങ്കോളജി. ഓങ്കോളജി നഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഈ നേരത്തെ പറഞ്ഞ മെന്റൽ ഹെൽത്ത് പോലെ തന്നെ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു സെക്ഷനാണ് ഓങ്കോളജി നഴ്സ് എന്ന് പറയുന്നത്. കാരണം ഓങ്കോളജിയിൽ യൂസ് ചെയ്യുന്ന കീമോതെറാപ്പി ഡ്രഗ്സ് ഭയങ്കരമായിട്ട് നമ്മളെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഒരുപാട് പ്രോബ്ലംസ് ലൈക്ക് ഹെയർ ഫോൾസ്, പിന്നെ ഒരുപാട് സ്കിൻ ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കീമോതെറാപ്പി ഡ്രഗ്സിൽ നിന്ന് വരാം. നല്ല റിസ്ക് എലമെന്റ് ഉള്ള ഡ്രഗ്സ് ആണ് കീമോതെറാപ്പി ഡ്രഗ്സ്. അപ്പോൾ ഈ ഒരു ഓങ്കോളജി നഴ്സ് തീർച്ചയായിട്ടും കീമോതെറാപ്പി ഡ്രഗ്സ് പ്രിപ്പയർ ചെയ്യുകയും അതിനെ ഹാൻഡിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നഴ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാലറി കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് റിസ്ക് എലമെന്റ്സ് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി കൂടുതൽ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ കേപ്പബിലിറ്റി കൂടുവാണ് നിങ്ങൾക്ക്. അത് മനസ്സിലായി. നഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്ന അത്രയും കേപ്പബിലിറ്റി വേണ്ട ഒരു സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് ഹൈ പെയ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ഒരു റിസ്ക് എലമെന്റ്സ് കൂടുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ഹൈ പേ വരുന്നതും ആ ഒരു കപ്പാസിറ്റി കൂടുന്നതും ഒക്കെ. ആ ഒരു ലെവല് കൂടുന്നത്, റിസ്ക് എലമെന്റ്സ് കൂടുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ഓങ്കോളജി നഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എമർജൻസി കെയർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് സ്കിൽഫുൾ ആയിട്ട് CPR കൊടുക്കുക, സ്കിൽഫുൾ ആയിട്ട് IV ഇടുക, ഭയങ്കര അടിപൊളിയായിട്ട് ക്യാനുലയൊക്കെ ഇടാനായിട്ട് സൂപ്പറായിട്ട് അറിയാവുന്നവർക്കൊക്കെ എമർജൻസി നഴ്സിംഗ് വളരെ നല്ല ഒരു ഓപ്ഷനാണ്. പിന്നെ അധികം ബ്ലഡ് ഒന്നും കണ്ടാൽ തല കറങ്ങാത്ത നല്ല രീതിയിൽ ക്രിട്ടിക്കൽ കെയർ കാണാനൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ക്യാൻ ഗോ ഫോർ എമർജൻസി നഴ്സ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോവാം. അടുത്തതായിട്ട് ICU നേഴ്സാണ്. ഈ ഒരു ICU നേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ICU പലതരത്തിലുള്ള ICUs ഉണ്ട്. ന്യൂറോ ICU, സർജിക്കൽ ICU, ട്രോമ ICU, ഇങ്ങനെ പലതരത്തിലുള്ള ICUs ഉണ്ട്. അപ്പോൾ ഈ ഒരു ICU സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ICU നേഴ്സ്. അടുത്തതായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ആണ്, OT നേഴ്സ്. ബീങ് ആൻ OT നേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് OT നേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേർക്ക് OT എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും
ഒക്കെ OT എന്ന് പറയുന്നതിനോട് ഒരു ഫാൻറ്റസി ഉള്ള ഒരുപാട് പേരുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാണ്. എനിക്ക് OTയിൽ നിൽക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം നമ്മൾ OTയിൽ. ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു സർജറി എന്ന് പറയുന്നത് ഒരു വേണമെങ്കിൽ 10 അവേഴ്സിലും കൂടുതൽ നീണ്ടു നിൽക്കുന്ന സർജറീസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഇരിക്കാനൊന്നും ഒരു കസേര കൊണ്ട് തന്നിട്ട് ഇരുന്നോ ഓപ്പറേഷൻ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. സോ OT നേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. എനിക്ക് OT നേഴ്സ് ആവണം എന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ OTയിൽ നിന്നപ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യം വന്നായിരുന്നു. അപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ട് OT നേഴ്സ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരുപാട് നേരം നമുക്ക് നിൽക്കേണ്ടിയൊക്കെ വരും. സോ OT നേഴ്സാണ് അടുത്ത ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാനിവിടെ നെഗറ്റീവ്സ് പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് അറിയണമല്ലോ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ എന്താണ് OT നേഴ്സ് എത്രയൊക്കെ ഗുണമാണെന്ന് നിങ്ങൾക്കറിയാം. OT നേഴ്സിന് ഒരുപാട് സാലറി ഓഫർ ചെയ്യുന്നുണ്ട്, നല്ല ഒരു ഫീൽഡാണ് ഒക്കെ നിങ്ങൾക്കറിയാം. ബട്ട് അതിൽ എന്താണ് പ്രശ്നം, അതിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്താണ് എന്നുകൂടെ നിങ്ങൾ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ജസ്റ്റ് ഒരു നെഗറ്റീവ് സൈഡ് ഞാനൊന്ന് പറഞ്ഞു പോയത് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് ട്രാവൽ നേഴ്സാണ്. ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രാവൽ നേഴ്സ് ഒരു നല്ല ഓപ്ഷനാണ്. നമ്മൾ ഇന്ത്യയിൽ അധികം കാണാത്ത ഒരു സെക്ടറാണ് ട്രാവൽ നേഴ്സ്. പക്ഷെ വിദേശത്തൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പേഷ്യൻസ് അപ്പോയിൻമെൻറ്റ്സ് എടുക്കും, നമുക്ക് അവരെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് സർവേകൾ എടുക്കാം, പല പേഷ്യൻസിനെ ട്രാവൽ ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ ഈ ഒരു ട്രാവൽ നേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്കുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്കിവിടെ ഒരു ആംബുലൻസിലൊക്കെ ഉള്ള നേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് ആംബുലൻസ് ആണ് നമ്മളിങ്ങനെ ഒരു ട്രാവലിംഗ് ഫീൽഡിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ അതുപോലെ തന്നെയാണ് ഒരു കംപ്ലീറ്റ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആംബുലൻസ് പോലുള്ള ഒരു വെഹിക്കിളിലായിരിക്കും നമ്മുടെ ഒരു ട്രാവലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതാണ് ഒരു ട്രാവൽ നേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ട്രോമ നേഴ്സാണ്. ഇപ്പോൾ ട്രോമ കെയർ എന്ന് പറയുമ്പോൾ ട്രോമ എന്ന് പറയുന്നതേ പെട്ടെന്ന് നമ്മൾ അറിയാതെ വീണുപോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഈ പെട്ടെന്ന് സംഭവിക്കുന്നതൊക്കെ ട്രോമയാണ്. അങ്ങനെ ഒരു ട്രോമ കെയറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു CPR കൊടുക്കാനുള്ള ഒരു സ്കില്ല് വേണം, നന്നായിട്ട് IV ഇടാനുള്ള ഒരു സ്കില്ല് വേണം, എമർജൻസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് ഒരാൾക്ക് ഒരു കട്ട് സംഭവിച്ച് ഇങ്ങനെ ബ്ലഡ് ഊസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെളിയിലോട്ട് ബ്ലഡ് പൊക്കോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എമർജൻസി ആയിട്ട് അത് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. അല്ലാതെ നമ്മൾ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ട്രോമ നേഴ്സ് ആവാൻ പോകരുത്. പെട്ടെന്ന് നമുക്ക് ബ്ലാങ്ക് ആയി പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു നഴ്സിംഗ് ചൂസ് ചെയ്യരുത്. അവർക്ക് ടക്കുന്ന് ആക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം ഈ ഒരു ട്രോമ നേഴ്സിന്. അടുത്തതായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഒരുപാടാണ്. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. സോ ഒരു ഹോസ്പിറ്റലിൽ കുറേ കാണും ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സായിട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് കാർഡിയാക് നഴ്സിംഗ് ആണ്. ഈ കാർഡിയോളജി സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു കാർഡിയാക് നഴ്സിംഗിൽ വരുന്നത്. അതൊരുപാട് കാർഡിയാക് കണ്ടീഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാം. വേണമെങ്കിൽ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാർഡിയാക് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈക്ക് ആൻജിയോപ്ലാസ്റ്റി ഈ വക പ്രൊസീജിയേഴ്സ് ചെയ്യാനൊക്കെയുള്ള ഒരു പ്രൊസീജിയർ റൂംസിലും ഒക്കെ നിങ്ങൾക്ക് പോവാം ഇങ്ങനെ ഒരു കാർഡിയാക് നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഡയാലിസിസ് നേഴ്സാണ്. അപ്പോൾ ഡയാലിസിസ് റൂംസിലും ഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യുന്ന ഏരിയകളിലും ഒക്കെ നിൽക്കുന്നതാണ് ഈ ഒരു ഡയാലിസിസ് നേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഓർത്തോപീഡിക് നേഴ്സാണ്. അപ്പോൾ നമ്മുടെ എല്ലുകൾ ബോൺസിൻ്റെ ഒക്കെ കാര്യങ്ങൾ, ട്രോമ, അവരുടെ പ്ലാസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് ഈ ഒരു ഓർത്തോപീഡിക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോപീഡിക് നേഴ്സ് ആവാനായിട്ട് ഈ ഒരു നല്ലൊരു സ്പെഷ്യാലിറ്റിയാണ് ഓർത്തോപീഡിക് നേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഹോസ്പൈസ് നേഴ്സാണ്. എന്താണ് ഈ ഒരു ഹോസ്പൈസ് നേഴ്സ് എന്ന് വെച്ചാൽ ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിലെ എന്ന് വെച്ചാൽ ലൈക്ക് നിയറിങ് ടു ഡെത്ത്, അവർ ഏജ് ഒരുപാടായി, അവർക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഡെത്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട് എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ അവർക്ക് പെയിനൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെയുള്ളതായിരിക്കും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർക്കൊരു റീഹാബിലിറ്റേഷൻ, പിന്നെ അവർക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെത്ത് പ്രൊവൈഡ് ചെയ്യുക,
അവർക്ക് അധികം പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാതെ അവരെ നല്ലൊരു കംഫർട്ട് ലെവലിൽ നിർത്താനായിട്ട് സഹായിക്കുക. ഇതൊക്കെയാണ് ഹോസ്പൈസ് നേഴ്സിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഹോസ്പൈസ് നേഴ്സ് എന്ന് പറയുന്നത്. നല്ല ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അടുത്തതായിട്ട് പബ്ലിക് ഹെൽത്ത് നേഴ്സാണ്. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് പബ്ലിക് ഹെൽത്ത് നേഴ്സസ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. PHCയിലും CHCയിലും ഒക്കെ നിൽക്കുന്നതും അവർ തന്നെ സർവേ എടുക്കുന്നതും അവർ പല വീടുകളിലും വന്ന് ഇപ്പോൾ ഗൈനക്കോളജി കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണിനെയൊക്കെ വന്ന് അവർ ആശാ വർക്കേഴ്സിന്റെ ഒക്കെ കൂടെ ഒരു നേഴ്സ് ഒക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് നമ്മുടെ നാട്ടിൽ. അടുത്തതായിട്ട് വരുന്നത് ജനറ്റിക് നഴ്സിംഗ് ആണ്. അപ്പൊ ജനറ്റിക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറ്റിക് കണ്ടീഷൻസ് ഉള്ള കേസസ്, ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുവാവുകൾ അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിലുള്ള ഒരുപാട് പേര് കാണും ജനറ്റിക് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അതിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇതിനൊക്കെ അകത്ത് MSc ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ റിസർച്ച് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റും. റിസർച്ച് സർവീസസിലൊക്കെ നമുക്ക് ജനറ്റിക്സ് ആയിട്ട് ഒരുപാട് റിസർച്ചുകൾ ചെയ്യില്ലേ, എന്തുകൊണ്ട് ആ ഒരു ജോബ് ഈ ഒരു ഡിസീസ് എന്തുകൊണ്ട് വന്നു, എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു റിസർച്ച് ഫീൽഡിലേക്കൊക്കെ ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടോപ്പ് 20 സ്പെഷ്യലൈസേഷൻസ്. ഇതല്ലാതെ ഉള്ള കുറച്ച് സ്പെഷ്യലൈസേഷൻസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് തരാം. ഈ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലും അതേപോലെ അബ്രോഡ് കൺട്രീസിലും ഒക്കെ ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. ഇതുപോലെ ഒത്തിരി സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നന്നായിട്ട് റിസർച്ച് ചെയ്ത് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ അത് നോക്കി നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അറിയണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ലെങ്കിൽ പഠിച്ചിട്ടായാലും ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഒക്കെ ഇട്ട് തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാച്ചാ.